അങ്ങനെ കാനഡയ്ക്ക് തിരിച്ചു പോകുന്ന ദിവസം എത്തി. 2.5 മാസം ചടപടാന്ന് പറഞ്ഞിട്ട് പോയി. അതിൽ 1 മാസം 1.5 മാസത്തോളം പനിയായിരുന്നു. അങ്ങനെ ഇപ്പം ഞാൻ മാത്രമാണ് പോകുന്നത്. ഇവള് ബീബി ഇച്ചിരി കഴിഞ്ഞിട്ടാണ് വരുന്നത്. ബീബി അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പം ആദ്യം ഞാൻ പോകാൻ, എനിക്ക് 1-ാം തീയതി ജോയിൻ ചെയ്യണം. അപ്പം അത് കാരണം ഇപ്പം 1 ഡേ ദുബായിലുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് പോകുന്നത്. ഷോർട്ട് വ്ളോഗ്. എല്ലാരും സിദ്ധാർത്ഥയുടെ പോകുന്നതിന്റെ മൂകതയില. ചിച്ചു മാത്രം സന്തോഷം. ചിച്ചുവിന് എന്ത് സന്തോഷം. അയ്യോ, മാമനെ കൊണ്ടുവിടാൻ കാത്തിരുന്ന് ഉറങ്ങിപ്പോയി. ചന്ദ്രനെ വരെ മൂകതയാ, മൂണൊന്നും കാണുന്ന പോലും ഇല്ല. കണ്ണും പോകുന്നുണ്ട്. അയ്യോ ഇന്ത്യ ചന്ദ്രൻ. ഗൈസ്, ആക്ച്വലി എനിക്ക് വിഷമൊക്കെ ഉണ്ട്. ബിക്കോസ് ഞങ്ങളിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടുള്ളത് അണ്ണനാണ്. അപ്പം ഇനി വീടൊക്കെ ഒന്ന് സൈലന്റ്. കുഞ്ഞാപ്പൂവിനോട് ഞാൻ ചോദിച്ചു, കുഞ്ഞാപ്പൂ വിഷമമുണ്ടോ അണ്ണൻ പോകുന്നതിന്? വിഷമമുണ്ടോടാ? ഇല്ലോ, ഒരു വിഷമില്ല. A few moments later. കുറച്ചു മുന്നേ പറഞ്ഞത് എനിക്ക് വിഷമമൊന്നുമില്ല. അങ്ങനെ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. സെക്യൂരിറ്റി ഗേറ്റിൻ്റെ അവിടെയൊക്കെ കോമഡി ഉണ്ടായിരുന്നു. വണ്ടി അവിടെ ഞാൻ ടൊറന്റോ എയർപോർട്ടിൽ പാർക്കിങ്ങിൽ ഇട്ടിട്ടാണ് പോകുന്നത്. 2 മാസം ആയാലോ. അപ്പം ഞാൻ ഇവിടുന്ന് മറ്റേ ഒരു മെഷീനുണ്ട്, ഇങ്ങനെ പവർ ബാങ്ക് പോലെ, അതിനകത്ത് തന്നെ വെച്ചിട്ട് നമുക്ക് വണ്ടി ജമ്പ് സ്റ്റാർട്ട് ചെയ്യാം, ടയറിന് പ്രഷർ അടിക്കാം. അപ്പോൾ അതിന് ഇച്ചിരി സൈസ് ഉണ്ട്, ഒരു ബോക്സി ടൈപ്പ് ഫീലാണ്. അതൊക്കെ സെക്യൂരിറ്റി ഗേറ്റിൻ്റെ അകത്ത് വന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി മൊത്തം എന്താ സാധനം എന്തൊക്കെയാണ്. പിന്നെ അവർ വേറെ എന്തൊക്കെയൊക്കെയോ ചെക്ക് ചെയ്ത് വേറെ എന്തൊക്കെയോ ഒരു സ്ട്രിപ്പൊക്കെ ഇട്ടിട്ടൊക്കെ അവർ നോക്കിയിട്ടൊക്കെയാണ് അതെടുത്തത്. ഇപ്പം കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇച്ചിരി തണുത്തു. ഇപ്പോൾ ഇങ്ങനെ ജാക്കറ്റ് എടുത്തിട്ട് ഇപ്പം ബോർഡിങ് സ്റ്റാർട്ടാവാൻ പോവുക. ഇനി ഇവിടുന്ന് 3 hours ദുബായിൽ ഓൾറെഡി ഞാൻ വിസയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അവിടെ ഇറങ്ങണം. വിറ്റ് അവിടെയും ഈ സെക്യൂരിറ്റി ഗേറ്റിൻ്റെ അവിടെ ഈ സേഫ് സംഭവങ്ങളൊക്കെ ഉണ്ട്. കൊള്ളാം. എന്തായാലും അവരെടുത്ത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആ പൈസ പോവും ആ സാധനത്തിൻ്റെ. നോക്കാം. അങ്ങനെ ബോർഡിംഗ് ഒക്കെ ഇതാണ് സ്റ്റാർട്ടാവുന്നത്. ഫ്ലൈറ്റിനകത്തൊക്കെ കയറി ഇതാണ്ട് അവർ സാധനങ്ങളൊക്കെ തന്ന് ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ദുബായ് എത്തി. വളരെ ചെറിയ എയർപോർട്ട് ആയതുകൊണ്ട് ട്രെയിനൊക്കെ പിടിച്ച് പോകണം അടുത്ത ടെർമിനലിലേക്ക് എത്താൻ. ഡോണ്ട് ദുബായ് കണക്റ്റ്. പക്ഷേ ഓൾറെഡി ഞാൻ ഈ വിസ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നോക്കാം. അങ്ങനെ നമ്മൾ വിസയൊക്കെ കിട്ടി. എന്നിട്ട് നമ്മൾ ഇപ്പം ഇറങ്ങി വരിക. ഇമിഗ്രേഷൻ കഴിഞ്ഞു. എന്നിട്ട് നമ്മളിപ്പോൾ ഇവിടെ എക്സിറ്റിൻ്റെ അവിടോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ പോകേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടൽ ട്രാൻസ്ഫറിൻ്റെ അവിടോട്ട് പോകണം, എമിറേറ്റ്സിൻ്റെ. അവിടുന്ന് അവർ ഇപ്പോൾ ഓൾറെഡി ഒരു ഹോട്ടൽ എനിക്ക് അസൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവൈലബിലിറ്റി അനുസരിച്ചിട്ടാണെന്ന് അവർ എഴുതിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ അവിടോട്ട് പോവാം. ഇവിടുന്ന് ബാഗേജ് ഒന്നും കളയ്ക്കാനില്ല, എല്ലാം കാനഡയിൽ ചെന്നിട്ടേ കിട്ടത്തുള്ളൂ. അപ്പം ഇപ്പം ഞാൻ എമിറേറ്റ്സിൻ്റെ അവിടോട്ട് ആ കൗണ്ടറിലോട്ട് പോവാം. നമ്മൾ എക്സിറ്റ് ആവുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ എമിറേറ്റ്സിൻ്റെ ഹോട്ടൽ ഡെസ്ക് ഉണ്ട്. അവിടോട്ട് ചെന്ന് വെയിറ്റ് ചെയ്യുക. നമ്മുടെ ബോർഡിംഗ് പാസ് ഒക്കെ കാണിച്ചാൽ മതി. ഇപ്പോൾ അവർ നമ്മളോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ യൂണിയൻ്റെ ഒരു വെയിറ്റിംഗ് ഏരിയ ഉണ്ട്, അവിടെ ഇരിക്കുക. കേട്ടോ, ഇത് മൊത്തം ശരിക്കും പറഞ്ഞാൽ എമിറേറ്റ്സിൻ്റെ വണ്ടികളാണ് മൊത്തം ഈ ലൈനായിട്ട് കിടക്കുന്നത് ആൾക്കാരെ പിക്ക് ചെയ്യാൻ വേണ്ടി. ചെക്കിനൊക്കെ വളരെ സിമ്പിളാണ്. നമ്മുടെ ബോർഡിംഗ് പാസ് ഇതിനകത്ത് കാണിച്ചാൽ മതി. എന്നിട്ട് നമ്മളങ്ങ് അവർ റൂം നമുക്ക് അസൈൻ ചെയ്ത് തരുമോ. ഇതാ ഇപ്പം ഹോട്ടലിൻ്റെ കീ ഒക്കെ കിട്ടി. ഫുഡിൻ്റെ ടൈമിങ്ങും എല്ലാം എഴുതിയിട്ടുണ്ട്. എൻ്റെ റൂം 1077 അപ്പം ഫസ്റ്റ് ഫ്ലോറിലാണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. 1043 to 1108 ആ സൈഡാണെന്ന് പറയുന്നത്. നമ്മുടെ 77 ആണ്. അപ്പം ഇങ്ങനെ നടക്കണം, വലിയൊരു ലോങ് കോറിഡോർ. ദുബായിലെത്തിയതിൻ്റെ സന്തോഷം എൻ്റെ മുഖത്തുണ്ട്. ഇനിയിപ്പം ഫ്രണ്ട്സിനെ കാണണം, ബിജോമിനെ കാണണം, അങ്ങനെയുള്ള കുറച്ച് പരിപാടി. 77. ഇനിയൊന്ന് ഫ്രഷ് ആവണം. ഫ്രഷൊക്കെ ആയിട്ട്
ഒന്ന് ഇറങ്ങണം. അപ്പോൾ ഫ്രഷൊക്കെ ആയി, ഇനിയിപ്പം ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇനിയിപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നു. അത് കഴിഞ്ഞിട്ട് ബിജുമാമനെ ഒന്ന് കാണാൻ വേണം. എൻ്റെ മാമനുണ്ട് ഇവിടെ, അപ്പം ബിജുമാനെ ഒന്ന് കാണണം. പിന്നെ ഫ്രണ്ട്സിനെയൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവന്മാരൊന്നും എഴുന്നേറ്റ് കാണത്തില്ല, സൺഡേ അല്ലേ, നമ്പറൊക്കെ അപ്പോൾ കിട്ടിയതല്ലേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പം അവന്മാരെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇനി അവന്മാർ വിളിക്കും. അപ്പം ചുമ്മാ ഇങ്ങോട്ടേലൊക്കെ പോകണം, കാണണം, അങ്ങനെ. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോകാം. അപ്പോൾ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഫുഡ് കഴിക്കുന്നിടത്ത് അവർ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി, ജസ്റ്റ് നമ്മുടെ ബോർഡിംഗ് പാസ് കാണിച്ചാൽ മതി, ഇതെല്ലാം കോംപ്ലിമെൻ്ററിയാണ്. അപ്പോൾ അത് കാരണം അത് കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ ജസ്റ്റ് ഫ്രഷായി, ഡ്രസ്സൊക്കെ മാറി, ഇപ്പം ഫുഡൊക്കെ കഴിക്കാൻ പോവുക. അപ്പോൾ ഇനിയിപ്പം ഫുഡ് കഴിച്ചിട്ട് അവന്മാരെയൊക്കെ കാണണം. എൻ്റെ മാമനുണ്ട്, അപ്പോൾ ബിജുവിനെ കൂടെ കാണണം. അങ്ങനെ ഇനി നൈറ്റേ ഉള്ളൂ ഫ്ലൈറ്റ്. ഇവിടെയാണ് റെസ്റ്റോറൻ്റ് ഉള്ളത്. ഇവിടെയാണ് നമ്മൾ ബോർഡിംഗ് പാസ് കാണിക്കുന്നത്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. അപ്പോൾ ഇപ്പോൾ ഊബറില്ല, ബിജുമാമനെ കാണാൻ വേണ്ടി പോവുക ഒരു മോളിലോട്ട്. മോളിലെത്തിയിട്ട് എനിക്ക് അവിടെ ഇച്ചിരി പരിപാടീസ് ഉണ്ട്, അത് കഴിയുമ്പോഴത്തേക്കും ബിജുമാമൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മോളിലെത്തി. ഞാനിപ്പം ബിജുമാമന് വെയിറ്റ് ചെയ്യാം. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഫ്രണ്ടിൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും കൂടെ ടോയ് എന്തെങ്കിലും വാങ്ങാമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചുമ്മാതെ കയറാം എന്ന് വിചാരിച്ചു. എന്തോരം ഇതൊക്കെ കഴിച്ചിട്ടുള്ളതാണ്. പണ്ട് ഇതൊക്കെ കെട്ടുകണക്കിന് വാങ്ങിച്ചിട്ടായിരുന്നു കഴിക്കുന്നത്. ദൈവമേ, നെസ്റ്റ്. അപ്പോൾ ഓടിപ്പോയി ബിജുവാനെ കണ്ടിട്ട് വരാം. അപ്പോഴത്തേക്ക് നബ്രാസ് വരും. ദുബായ് വന്ന ഒരു ഷവർമ നിർബന്ധമാണ്. ഷവർമ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അങ്ങനെ ഒരു ഷവർമയും ഹമ്മൂസും ബ്രോസ്റ്റഡുമായി. ആരോ ദൂരെ നിന്നൊരു ആളിങ്ങനെ നീണ്ടു നിൽപ്പുണ്ടല്ലോ ദൈവമേ. പിന്നെ ബിജുവിനെയും കണ്ട്, നബ്രാസിനെയും കണ്ട്, നബ്രാസിൻ്റെ ബേബീനെയും കണ്ട്. അയ്യോ, ഭയങ്കര കരച്ചിലായിരുന്നു ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. അയ്യോ, വിഷമം തോന്നി. കുറച്ചു നേരം കാര്യമൊക്കെ പറഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ദാണ്ടിപ്പോൾ വന്ന് ഇനിയിപ്പോൾ ഉച്ചവരെ ഞാൻ കിടക്കും. ഇന്നലെ നൈറ്റ് തൊട്ട് ഉറങ്ങാത്തതുകൊണ്ടുള്ള ക്ഷീണമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനിയും നജാത്ത് വരും. നജാത്ത് എൻ്റെ ഫ്രണ്ടാണ്, സ്കൂളിൽ പഠിച്ചത്. അപ്പോൾ അവനെയും കാണണം. അവൻ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ ആയിരുന്നു, കാനഡയിലായിരുന്നു. അപ്പോൾ അതും കാണാൻ പറ്റിയിട്ടില്ല. അപ്പം വൈഫിനെയൊക്കെ കണ്ടിട്ട് അത് കഴിയുമ്പോഴത്തേക്കും എനിക്ക് പോകേണ്ട സമയം. ഞാൻ ഒരു 11 ആകുമ്പോഴത്തേക്കും കയറാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം അങ്ങനെ നജാത്തിനെയൊക്കെ കണ്ടു. അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഞാൻ യൂട്യൂബൊന്നും ഉണ്ടെന്ന് അവരോട് പറഞ്ഞിട്ടില്ല. പിന്നെ അങ്ങനെ എല്ലാം ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ചുമ്മാ അവരോട് ട്രാവൽ ചെയ്യുന്നതൊക്കെ എടുത്തു. പിന്നെ ലോങ് ഡേ ആയിരുന്നു സത്യം പറഞ്ഞാൽ. ഇതുവരെ ഉറങ്ങിയിട്ടില്ല. ആദ്യം ബിജുവിനെ കണ്ടു, പിന്നെ നബ്രാസിൻ്റെ അടുത്തായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നജാത്തിനെയും വൈഫിനെയൊക്കെ കണ്ടു, എൻ്റെ ഫ്രണ്ടിൻ്റെയും വൈഫിനെയൊക്കെ കണ്ടു. അപ്പോൾ അവരോട് ഇപ്പോൾ കഴിഞ്ഞോളൂ. ഇപ്പോൾ ചെക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. പിന്നെ എയർപോർട്ടിൽ ചെന്നിട്ട് ഇനിയും ഗേറ്റിൻ്റെ അവിടെയൊക്കെ വെയിറ്റ് ചെയ്യണം. അങ്ങനെ കുറേ ലാസ്റ്റ് മിനിറ്റായിട്ട് പോകുന്നില്ല. എന്തായാലും ഇവിടെ ഇരുന്നാലും എനിക്ക് ഉറങ്ങാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അത് കാരണം ഞാൻ വിചാരിച്ചു എയർപോർട്ടിൽ പോയിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദുബായിൽ മാളിലൊന്നും പോയൊന്നുമില്ല. ജസ്റ്റ് ഒരു ചെറിയൊരു റീഫ് മാൾ എന്ന് പറഞ്ഞൊരു മാളിൽ പോയി. ദുബായ് മാളിലൊന്നും പോയിട്ടില്ല. ഞാൻ പിന്നെ ഓൾറെഡി പോയിട്ടുണ്ടായതുകൊണ്ട് ഞാൻ അങ്ങനെ കുറേ പോയൊന്നുമില്ല. പക്ഷെ ഇവരെല്ലാം കണ്ട് ഭയങ്കര ഹാപ്പിയായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഫ്രണ്ട്സിനെയൊക്കെ കാണുകയൊക്കെ ചെയ്യാം. പക്ഷെ അതൊരു നല്ല രസമാണ്. ഇനി ഇടയ്ക്ക് ജർമ്മനി വഴി പോകുമ്പോൾ എൻ്റെ വേറെ ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ ഇവിടെ കാണാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ അപ്പോൾ ഇപ്പോൾ ചെക്കൗട്ട് ചെയ്യാൻ പോവുക. ടയർഡ്, എപ്പോൾ ആണെങ്കിലും ഉറങ്ങാമെന്നാണ്. ഇന്നലെ തൊട്ട് ഉറങ്ങിയിട്ടില്ല. എനിക്കറിയില്ല, 3 മണിക്ക് ഫ്ലൈറ്റ്. അതുവരെ ഞാൻ എങ്ങനെ പിടിച്ചേക്കുമെന്ന് എനിക്കറിയത്തില്ല. ഫ്ലൈറ്റ് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു ഒറ്റ ഉറക്കം. ഇടണോ നോക്കാം ഇനി. എന്തായാലും ചെക്കൗട്ട് ചെയ്യട്ടെ. ബായ്. അപ്പം നമ്മൾ ടെർമിനൽ 3 ഡിപ്പാർച്ചറിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഇച്ചിരി നടക്കാനുണ്ട്. എനിക്കാണെങ്കിൽ ഭയങ്കര ഉറക്കം വരുന്നു. അപ്പം ഇവരോട് ചോദിച്ച് ഇവർ താഴെയാണ് നിർത്തുന്നത്. അറൈവലിൻ്റെ അവിടെ നിർത്തിയത്, നമ്മൾ ഡ്രോപ്പ് ചെയ്തത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് നമ്മൾ പിന്നെയും സെക്യൂരിറ്റി ചെക്ക് ഉണ്ടല്ലോ, അപ്പോൾ അങ്ങോട്ട് പോവാം. എനിക്ക് ഓൾറെഡി ബോർഡിംഗ് പാസ് കിട്ടിയതാണ്. അപ്പം വേറെ പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല. ബാഗേജൊക്കെ കളക്ട് ചെയ്യുന്നിട്ട് ഉറങ്ങണമെന്ന് തന്നെയാണ്. B21 അപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സെക്യൂരിറ്റി ഒക്കെ കഴിഞ്ഞു.
ഇപ്പം അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ട്രെയിനാണ്. അപ്പോൾ അവിടുന്ന് ട്രെയിൻ പിടിച്ചിട്ട് നമ്മൾ ആ ടെർമിനലിലെത്തി അവിടുന്ന് പോകും. ദുബായ് വൈബ്സ്. അപ്പോൾ ഇപ്പം നമ്മൾ B21 പോവാം. അപ്പോൾ ഇവിടുത്തെ ഈ ലിഫ്റ്റ് കയറിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇനിയും B21 കണ്ടുപിടിക്കാനുള്ള ഇത് നടപ്പാണ് കൂടുതൽ. B21 അങ്ങോട്ട് എന്ന് കാണിച്ചിട്ടുണ്ട്. പിന്നെയും B21 നേരെ ഗെയിമിംഗ് സ്പേസ് ഒക്കെ നന്നായി സമയം പോകും. അങ്ങനെ കിടക്കുന്നൊരു സീറ്റ് കിട്ടി, അതിൽ വെയിറ്റ് ചെയ്യാണ്. ഇനിയിപ്പം സിനിമയൊക്കെ കണ്ടെന്തെങ്കിലും ഇരിക്കുക, ഉറങ്ങിപ്പോകാതിരിക്കുക, അത് വേറെ മെയിൻ. അപ്പോൾ ഇപ്പോൾ എന്താണ്ട് വിസയൊക്കെ ചെക്ക് ചെയ്യുക, ബോർഡിങ് തുടങ്ങുക. ഒരാശ്വാസം. ഫ്ലൈറ്റ് ബോർഡ് ചെയ്തു. ഇനിയിപ്പോൾ സിനിമയൊക്കെ കണ്ട് ബ്ലാങ്കറ്റൊക്കെ പൊതിച്ച് സുഖമായിട്ടിരിക്കുക, ഉറങ്ങുക. എമിറേറ്റ്സ് ആയതുകൊണ്ട് കുറേ സിനിമാസ് ഉണ്ട്, അതുകൊണ്ട് ആ ഒരു കാര്യം പേടിക്കണ്ട. ഗെയിമൊക്കെ കളിച്ചിരിക്കാം. നീണ്ട 14 hours ശേഷം ലാൻഡ് ആവാൻ പോകുന്നു. അങ്ങനെ എൻ്റെ ലഗേജൊക്കെ കിട്ടി. ഇനിയിപ്പം ഇറങ്ങി വണ്ടി എടുക്കണം. അങ്ങനെ ആഫ്റ്റർ എ ലോങ് ഫ്ലൈറ്റ് എത്തിയിരിക്കുന്നു. ഇപ്പം നമ്മൾ ഇവിടുന്ന് എനിക്ക് കാർ പാർക്കിങ്ങിലോട്ടുള്ള ഷട്ടിൽ ബസ് ഉണ്ട്, അപ്പോൾ അത് തപ്പാൻ പോവുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഊബർ എടുത്താണ് ഞങ്ങൾ പെട്ടെന്ന് വന്നത്. പ്രാവശ്യം ഷട്ടിൽ ബസ് എടുത്ത് തന്നെ പോകാമെന്ന് വിചാരിച്ചു. ബസ് അവിടെ ദൂരെ നിൽക്കുന്നുണ്ട്, അങ്ങോട്ട് പോവാം. ഇത് ഞാൻ വണ്ടി പാർക്ക് ചെയ്ത ആ സർവീസിൻ്റെ തന്നെ ബസ്സാണ്. ഇത് ഫ്രീയാണ്, അതിനകത്ത് ഇൻക്ലൂഡഡാണ്. ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ അതെൻ്റെ ബസ്സിൽ. അങ്ങനെ വണ്ടി വേണ്ട സ്റ്റാർട്ടൊക്കെ ചെയ്തു. ഞാൻ ബാറ്ററി ഊരി വെച്ചേക്കായിരുന്നു. ബാറ്ററി തിരിച്ച് റീകണക്ട് ചെയ്തപ്പോൾ തന്നെ സ്റ്റാർട്ടായി. പിന്നെ ഈ വണ്ടി എടുക്കുക, ഒന്ന് വാഷ് ചെയ്യണം, പൊടി പിടിച്ച് കിടക്കുക. പിന്നെ ഇത്രയും ദിവസമായിട്ട് കിടക്കല്ലേ, ഇനി കൊണ്ടുപോയിട്ട് എല്ലാം ഒന്ന് സെറ്റാക്കണം. ആദ്യം വാഷ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. പെട്ടിയൊക്കെ ബാക്കിൽ വെച്ചു. അത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇതാ കാർ പാർക്കിങ്. ഇനിയിപ്പോൾ ജസ്റ്റ് വണ്ടി എടുത്തിട്ട് പോവാം. പെട്ടി രണ്ടെല്ലാം കയ്യിലുണ്ടായിട്ട് ക്യാമറ എടുക്കാനൊന്നും പറ്റിയില്ല. കാർ വാഷ് എടുത്തു. ഇപ്പോൾ കാർ വാഷിൽ കയറാൻ പോവാം. അപ്പോൾ വണ്ടി ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചു, മൊത്തം പൊടിയൊക്കെ ആയിട്ടിരിക്കുക. കാർ വാഷും കൂടെ ചെയ്തിട്ട് അങ്ങ് ഡയറക്റ്റ് പോവാം എന്ന് വിചാരിക്കുന്നത്. ഇങ്ങനെ കാർ വാഷിലോട്ട് കയറാൻ പോവാം. ഓൾറെഡി മുന്നേ കിടക്കുന്നുണ്ട്, അവിടെ തന്നെ ഉണ്ടോ വെയിറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇവർ കയറി പോയി കഴിയുമ്പോൾ നമുക്ക് കയറാം. നോർമലി ഇതിൻ്റെ ആപ്പൊക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ സ്ലിപ്പ് എടുത്തു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ആപ്പ് വർക്കായില്ല. ചില സമയത്ത് അങ്ങനെ. ഇതിനകത്തല്ല കഴിയുന്നത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നിൽക്കുന്നിടത്ത് അവിടെ വേറെ സെൽഫ് വാഷ് സെൻറ്ററിലാണ് ഞാൻ കൊണ്ടുവന്നത്. ഉറക്കം നന്നായിട്ട് വരുന്നുണ്ട്. ഇന്ന് ശരിക്കും വർക്കിന് കയറണമെന്ന് വിചാരിച്ചാൽ, പക്ഷെ ഇന്ന് കയറാൻ പറ്റത്തില്ല. ന്യൂട്രൽ ഇട്ടിട്ട് ഇനിയിപ്പോൾ അങ്ങ് പോവാം, വാഷാവും. സമ്മർ ആയതിൻ്റെ ഓരോരോരോ വ്യത്യാസങ്ങൾ, പൂക്കളൊക്കെ വെച്ച് നല്ല രസമായിട്ടിരിപ്പുണ്ട്. ഓൺ റോട്ടിൽ കയറാൻ പോകാം. ഓൺ റോട്ടിൽ കയറിയിട്ട് ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് ഇനി പോകാമെന്ന് വിചാരിച്ചു. ഭയങ്കര ടയേർഡ്. അങ്ങനെ കോഫി വാങ്ങിച്ചു. അങ്ങനെ നോർത്ത് ബേ എത്തി. അങ്ങനെ 3 മണിക്കൂറുണ്ടായിരുന്നു ഡ്രൈവ്. അങ്ങനെ വീടെത്തി. ഇവിടെ ശരിക്കും കാണുമ്പോൾ ഫുള്ള് പച്ചപ്പൊക്കെ ആയി. അങ്ങനെ ഇനിയിപ്പോൾ ഒന്ന് വീട്ടിൽ കയറുക, ഒന്ന് ഫ്രഷ് ആവുക, കഴിക്കുക ഒക്കെ കിടക്കുക. ഓക്കെ, അപ്പോൾ ബൈ. പെട്ടിയൊക്കെ എടുത്ത് അകത്തോട്ട് കയറണം. അപ്പോൾ ശരി.